മറ്റുള്ളവരുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള സീക്രട്സ് കാണാനായിട്ട് സാധിച്ചാലോ? അത് ശരിക്കും ഒരു കേഴ്സാണോ അതോ ഒരു ബ്ലെസ്സിങ് ആണോ? എനിവേ, അങ്ങനെ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്സിന്റെ കാര്യങ്ങളൊക്കെ അറിയിച്ചു തരുന്ന റെഡ് ലൈൻസിന്റെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു കഥയാണ് എസ് ലൈൻ എന്ന കൊറിയൻ ഡ്രാമയിലൂടെ നമ്മൾ കണ്ടത്. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എസ് ലൈൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയതുപോലെ തന്നെ ഹയോണിന്റെ ഇപ്പോൾ അവളുടെ ഫോണിലേക്ക് ആ ഒരു റെഡ് ലൈൻസിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് സ്കൂളിലേക്ക് വരാനെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണിക്കുന്നത് തന്റെ വീടൊക്കെ വൃത്തിയാക്കി വിൻഡോസുമേ ഒട്ടിച്ചു വെച്ച് ആ ഒരു കാർഡ്ബോർഡുകളൊക്കെ മാറ്റി ഇനിയും ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കാതെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തീരുമാനിക്കുന്ന ഹയോണിനെയാണ്. ഇതേ നേരത്ത് സ്കൂളിലാണെങ്കിൽ പോലീസുകാരനായ ഹാൻസിയുടെ നീസ് ആയിട്ടുള്ള സിയോൺ ഇപ്പോൾ അവളുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള കുറെ ബുള്ളീസ് എല്ലാം ചേർന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ അവളുടെ ലോക്കറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലവ് ലെറ്റർ എടുത്ത് അവിടെ ബോർഡിലും ഫുള്ള് വരച്ച് അവൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഫുൾ ക്ലാസ്സിന് മുമ്പിൽ റിവീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഇത് കണ്ട് ഷോക്ക്ഡ് ആയിട്ടും ഒന്നും റിയാക്ട് ചെയ്യാതെ അവൾ നടന്നെങ്കിലും പിന്നീട് ആ ഒരു ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ബുള്ളിയായ കിം അവൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലവ് ലെറ്റർ എടുത്ത് വായിക്കുന്നത് കേൾക്കുമ്പോൾ സിയോണിന് വളരെ ദേഷ്യം വന്നിട്ട് അവൾ നേരെ ചെന്ന് മറ്റേ ക്രാവിനെ അറ്റാക്ക് ചെയ്ത് ഇപ്പൊ ഇവര് രണ്ടുപേരും കൂടി നല്ലൊരു ഫൈറ്റിലാവുന്നുണ്ട്. ഇതേ നേരം അവിടേക്ക് ജിൻ എന്ന് പറഞ്ഞ് ഒരു ടീച്ചർ വന്നിട്ട് കിമ്മിന്റെ എല്ലാ സ്വഭാവം അറിയുന്നതുകൊണ്ട് തന്നെ അവളെ പിടിച്ച് ദൂരെ കളഞ്ഞിട്ട് നേരെ ആ ഒരു ലവ് ലെറ്റർ വാങ്ങിച്ച് കീറി പറിച്ചിട്ട് ഇതിന്റെ പേരിൽ ഒരു ഫൈറ്റ് വേണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ആ ഒരു ടീച്ചർ സിയോണിനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് അവളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ അവള് ഫൈറ്റുകൾ ചെയ്യുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ലെന്ന് ടീച്ചർ പറയുമ്പോൾ തനിക്ക് അവളെ കൊള്ളാനുള്ള ദേഷ്യം ഉണ്ടെന്ന് സിയോൺ ഇപ്പോൾ ടീച്ചറുടെ അടുത്ത് പറയുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് അടുത്ത സീനിൽ സിയോൺ ഇപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ ലോക്കറിന് മുമ്പിലായിട്ട് ആരോ ഒരു സ്പെക്സ് വെച്ചിരിക്കുന്നത് അവള് കാണുന്നുണ്ട്. എന്താന്ന് മനസ്സിലായില്ലെങ്കിലും അവളിപ്പോൾ ആ ഒരു സ്പെക്സ് എടുത്ത് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇതേ നേരം ഹാൻജിയും അവന്റെ അസിസ്റ്റന്റും കൂടി കേസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഒരു മിന്ന് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ആ ഒരു പെണ്ണുങ്ങളെല്ലാം കൊന്നതെന്നും അതിന്റെ പുറകിലുള്ള മോട്ടീവ് എന്തായിരിക്കും എന്നും എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാതെ അവനിപ്പോ നേരെ പ്രതിയായിട്ടുള്ള മിന്നിന്റെ വീട്ടിൽ പോയിട്ട് ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിൽ അവിടെ ചുറ്റുള്ള ചുമരമേ എല്ലാത്തിനെയും ഇതുപോലെ റെഡ് ലൈൻസ് അവ വരച്ചു വെച്ചിരിക്കുന്നത് ഹാൻജി കാണുന്നുണ്ട്. ഇതേ നേരം വീട്ടിലെത്തുന്ന സിയോണപ്പോ ആ ഒരു ഗ്ലാസും വെച്ച് മിററിന്റെ മുമ്പിൽ നോക്കുമ്പോൾ അവളുടെ തലയുടെ മുകളിലായിട്ട് ആ ഒരു റെഡ് ലൈൻ അവൾ കാണുന്നുണ്ട്. ഇത് കണ്ട് അവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് അവിടേക്ക് അവളുടെ അങ്കിളായിട്ടുള്ള ഹാൻജി വരുന്നത്. ഹാൻജിയുടെ തലയിൽ ഇങ്ങനെ ഒരുപാട് റെഡ് ലൈൻ കാണുന്ന അവള് പെട്ടെന്ന് പേടിച്ച് നേരെ തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്ത് ചെന്ന് അവൾ ഹയോണിനെ കാണുമ്പോൾ അവളുടെ മുഖത്തായ എക്സ്പ്രഷനും പേടിയൊക്കെ കാണുമ്പോൾ ഹയോണും എന്തൊക്കെയോ ഡൗട്ടുകളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അവള് നൈറ്റ് നടക്കാനായിട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ള എല്ലാവരുടെയും തലയുടെ മുകളിലുള്ള ഈ ഒരു റെഡ് ലൈൻസ് കാണുന്ന അവള് ഇതിന്റെ പുറകിലുള്ള അർത്ഥവും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അവൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പതിവിലും വിപരീതമായിട്ട് വളരെയധികം കോൺഫിഡന്റ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് അവൾ ക്ലാസ്സിലേക്ക് പോകുന്നത്. കാരണം അവൾ ആ ഒരു സ്പെക്സ് വെച്ചതുകൊണ്ട് എല്ലാവരുടെയും തലയിലുള്ള ആ ഒരു റെഡ് ലൈൻസ് അവൾക്ക് കാണാമെന്ന് മാത്രമല്ല എത്ര പേർക്ക് സീക്രട്ട് ആയിട്ട് അഫയേഴ്സും റിലേഷൻഷിപ്പ് ഉണ്ടെന്നും അവൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചായിരുന്നു. ഇതിന്റെ ഇടയിൽ അവരുടെ ടീച്ചറായിട്ടുള്ള ജിന്നിന്റെ തലയിൽ റെഡ് ലൈൻസ് ഇല്ലാത്തതുകൊണ്ട് അവളൊരു വെർജിൻ ആണെന്നും അവൾ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനിടയിൽ വെച്ച് ആ ഒരു ബുള്ളീസിന്റെ ഗ്യാങ്ങിൽ നോക്കുമ്പോൾ അവരിലുള്ള ആ ഒരു ടീനേജ് ഗേൾസ് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഇതുപോലെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു എന്നും അവൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവൾ ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ട് കണ്ട കാര്യം കിമ്മിനിപ്പോ അവിടെയുള്ള ആരുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് ആ ഒരു റെഡ് ലൈൻ അവൾ കാണുന്നുണ്ട്. അങ്ങനെ എന്തോ ഡൗട്ട് തോന്നി അവൾ ആ ഒരു റെഡ് ലൈനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അത് അവരുടെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെന്ന് സിയോൺ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ ടീച്ചറായിട്ടുള്ള ജിൻ ഇപ്പോൾ അവരുടെ ക്ലാസ്സിലേക്ക് പുതിയതായിട്ട് പഠിക്കാൻ വന്നിരിക്കുന്ന നമ്മുടെ ഹയോണിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നുണ്ട്. എനിക്ക് ആ ഒരു ഫോണിൽ മെസ്സേജ് അയച്ച ഒരാളെ കണ്ടുപിടിക്കുവാനും ഇതിന് പുറമെയുള്ള ഒരു സീക്രട്സ് ഒക്കെ അന്വേഷിക്കാനായിട്ടാണ് ഇപ്പൊ മുടിയൊക്കെ വെട്ടി പുതിയൊരു കോലത്തിൽ അവള് ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതേ നേരം പോലീസുകാരനായിട്ടുള്ള ഹാൻജി ആകട്ടെ ഇപ്പോഴും മരിച്ചുപോയ ആ മിന്നിന്റെ പുറത്ത് എന്തൊക്കെ കൺഫ്യൂഷൻസ് തോന്നിയിട്ട് അവൻ ഈ വെക്കുന്ന സ്പെക്സിനും എന്തൊക്കെ പ്രത്യേകത ഉണ്ടായിരിക്കുമെന്ന് ഹാൻജിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അവന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കുന്ന നേരം ആ ഒരു സ്പെക്സ് മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞിട്ട് ഈ ഒരു കാര്യത്തിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാനായിട്ട് അവൻ നേരെ മിന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അത് ശരിക്കും ഈ ടീച്ചറായിട്ടുള്ള ജിന്നും സിയോണും ഹയോണും ഒക്കെ പഠിക്കുന്ന സ്കൂൾ തന്നെയായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അവൻ ജിന്നിനെ പരിചയപ്പെട്ട് അവിടെ തന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന മിന്നെന്ന അയാളെ പറ്റി ചോദിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതിന്റെ ഇടയിൽ അയാൾക്ക് അങ്ങനെ ഒരു സ്പെക്സ് ഉള്ളതായിട്ട് താൻ കണ്ടിട്ടില്ലെന്നും ജിന്നിപ്പോ ഹാൻജിയുടെ അടുത്ത് പറയാണ്. ഇതേ നേരം ആ ഒരു സ്കൂളിന്റെ റൂഫ് ടോപ്പിൽ ആ ഒരു ബുള്ളീസ് വീണ്ടും നമ്മുടെ സിയോണിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആദ്യമായിട്ട് സിയോണപ്പോ കിം എന്ന് പറഞ്ഞ ആ ഒരു ബുള്ളിയുടെ
കൈ പിടിച്ചു വെച്ച് അവളെ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നുണ്ട്. ഇത് കണ്ട് കിമ്മിന് ഒന്നും കൂടി ദേഷ്യം വന്ന് അവള് നേരെ സിയോണിനെ ഉന്തിയിട്ട് അവളെ വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതിന്റെ ഇടയിൽ അവിടേക്ക് ഇപ്പോൾ ഹയോൺ വന്ന് അവൾ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് കിമ്മിന്റെ അടുത്തേക്ക് വരുന്നതിന്റെ ഇടയിൽ കിമ്മ് അവളെ പിടിച്ച് സൈഡിലേക്ക് നീക്കി നിർത്തിയിട്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടണ്ടെന്നും അങ്ങനെ അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് താഴേക്ക് തള്ളിയിടുന്നും പറഞ്ഞ് അവള് താഴേക്ക് പുഷ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഞാൻ ഇവിടുന്ന് വീഴാണെങ്കിൽ നിന്നെയും കൂട്ടിയിട്ട് ഞാൻ താഴേക്ക് വീഴുള്ളൂന്ന് ഹയോൺ പറഞ്ഞപ്പോ കിമ്മിനെ ചേർത്ത് പിടിക്കുമ്പോൾ അവള് പറഞ്ഞത് കേട്ടിട്ട് കിമ്മിന് ഇപ്പൊ ചെറുതായിട്ട് പേടിയായിട്ട് ഇനി ഹയോണിനെയോ സിയോണിനെയോ ഉപദ്രവിക്കാനായിട്ട് അവൾ നിൽക്കില്ലെന്ന് അവൾ പ്രോമിസ് കൊടുക്കുമ്പോൾ ഹയോൺ ഇപ്പൊ അവളെ വിട്ട് രണ്ടുപേരും സേഫ് ആവുന്നുണ്ട്. ഇതേ നേരം പോലീസായിട്ടുള്ള ഹാൻജിയെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോ മിന്ന് മരിക്കുന്നേക്കാളും മുമ്പ് എപ്പോഴും വന്നുകൊണ്ടിരുന്ന ആ ഒരു ബാറിലേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബാർ അറ്റൻഡറിനോട് മരിച്ചുപോയ ആ ഒരു മിന്നിനെ കുറിച്ച് ചോദിക്കുകയും അയാളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നും അങ്ങനെ കുടിച്ച് ബഹളമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നും പക്ഷെ അദ്ദേഹം സാധാരണ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ഓരോ ആൾക്കാരെ ചൂണ്ടിക്കാണിച്ച് 1, 2, 3 എന്നീ ഈ നമ്പേഴ്സ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയും അങ്ങനെ ഒരു പ്രാവശ്യം അവൻ എണ്ണുന്നതിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം അവിടെ വന്ന കസ്റ്റമേഴ്സുമായിട്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവുകയും ഈ ടൈമിലൊക്കെയും അവൻ ഗ്ലാസസ് വെച്ചിരുന്നതായിട്ടും ആ ഒരു ബാർ ടെൻഡർ ഇപ്പോൾ ഹാൻജിയുടെ അടുത്ത് പറയുകയും അവൻ അതൊക്കെ നോട്ട് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ സിയോണ കാണിക്കുമ്പോൾ അവളിപ്പോൾ വളരെ സീക്രട്ട് ആയിട്ട് ആ ഒരു ബുള്ളി ആയിട്ടുള്ള കിമ്മിനെ ഫോളോ ചെയ്ത് വന്നിട്ട് ആരും കാണാതെ സീക്രട്ട് ആയിട്ട് കിമ്മ് അവളുടെ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഓൾറെഡി മാരീഡ് ആയ ഒരു ടീച്ചറിനെ കാണുകയും അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു ഹോട്ടലിലേക്കൊക്കെ കയറി പോകുന്നത് ഫോട്ടോസ് ഒക്കെ എടുത്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം സിയോണിനെ സംബന്ധിച്ച് ഈ ഒരു ഗ്ലാസ് കിട്ടിയത് അവൾക്ക് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് തോന്നിയത്. അങ്ങനെ പിന്നീട് കിം ഇപ്പോൾ ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്ത് സിയോൺ അവൾക്ക് നേരത്തെ എടുത്ത ആ ഒരു ഫോട്ടോ ഒക്കെ അയച്ചിട്ട് അവളെ ഭീഷണിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കിമ്മിന് അതൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. കാരണം അവളൊരു മൈനർ ആയതുകൊണ്ട് അവൾക്ക് യാതൊരു ഇഷ്യൂസും ഈ ഒരു കേസ് വഴി ഉണ്ടാവില്ലെന്നും എന്തെങ്കിലും പ്രോബ്ലം വരാണെങ്കിൽ അത് ആ ഒരു ടീച്ചറിനാവുമെന്നും അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം കിമ്മിനെ ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടീച്ചറിന്റെ ഫോണിലേക്കും സിയോൺ ഇതുപോലൊരു മെസ്സേജ് അയക്കുമ്പോൾ അത് കണ്ട് ആ ഒരു ടീച്ചർ ആകെ തന്നെ പാനിക് ആവുന്നുണ്ട്. കാരണം ഈ ഒരു കാര്യം എങ്ങാനും സ്കൂളിലെങ്ങാനും പാട്ടായി കഴിഞ്ഞാൽ അയാളുടെ ജോലിയും റെപ്യൂട്ടേഷനും പോകുന്നു മാത്രമല്ല മൈനറിനെ ഇങ്ങനെ കണ്ടതുകൊണ്ട് അയാൾക്ക് ജയിലിലേക്ക് വരെ പോവാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. മാത്രമല്ല സിയോൺ ഇപ്പോൾ അയാളെ ഭീഷണിപ്പെടുത്തി ഈ ഒരു കാര്യം ഞാൻ ആരോടും പറയണ്ടെങ്കിൽ എനിക്ക് 20 മില്യൺ റുപ്പീസ് തരണമെന്ന് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതേ നേരം സ്കൂളിൽ നിന്ന് ഒരുമിച്ച് നടന്നു പോകുന്നുണ്ടായിരുന്ന സിയോൺ ഇപ്പോൾ നമ്മുടെ ഹയോണിന്റെ അടുത്ത് അവൾക്ക് ഇവിടെ നിന്ന് വീട് മാറി പോണെന്ന് പറയുമ്പോൾ നിനക്കതിന് അങ്കിളും ഫാമിലിയും ഒക്കെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ അയാളെ എന്റെ ഫാമിലി ആയിട്ട് ഞാൻ കണ്ടിട്ടില്ലെന്ന് സിയോൺ പറയുന്നുണ്ട്. മാത്രമല്ല സിയോൺ ഇപ്പോൾ ഹയോണിന്റെ അമ്മയെ പറ്റി അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അമ്മ എവിടെയാണെന്ന് തനിക്ക് അറിയില്ലെന്ന് ഹയോൺ മറുപടി കൊടുക്കുന്നുണ്ട്. ഇതേ നേരം സ്കൂളിലാകട്ടെ ആ ഒരു ടീച്ചർ ഇപ്പോൾ കിമ്മിനെ വളരെയധികം ബാക്കിയുള്ള ടീച്ചേഴ്സിന് മുമ്പിൽ വെച്ച് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അവളെ പ്രൈവറ്റായിട്ട് കാണുന്ന സമയത്ത് തന്നെ എന്തിനാണ് ഇങ്ങനെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ വെച്ച് ചീത്ത പറഞ്ഞെന്ന് കിം ആ ഒരു ടീച്ചറുടെ അടുത്ത് ചോദിക്കുമ്പോൾ തനിക്കിങ്ങനെ ഒരു ഫോട്ടോ കിട്ടി ആ ഒരു തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് ആ ഒരു ടീച്ചർ കിമ്മിന്റെ അടുത്ത് പറഞ്ഞിട്ട് അതാരാണെന്ന് നിനക്കറിയോന്നും ഇത് നിനക്ക് മുമ്പേ കിട്ടിയോന്നും ചോദിക്കുമ്പോൾ അതാ ഒരു സിയോൺ ആണെന്നും അവൾ എന്നെയും ഭീഷണിപ്പെടുത്തിയ കാര്യം കിം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആ ഒരു ടീച്ചറിനെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ സിയോൺ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കിമ്മിന്റെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതുപോലെ അവളുടെ ആ ഒരു ഗ്ലാസ് വെച്ച് മറ്റുള്ളവരുമായിട്ട് അവിഹിതത്തിൽ ഏർപ്പെടുന്ന എല്ലാവരെയും അവരുടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് പൈസയും വാങ്ങിച്ച് കിമ്മിന്റെ കോളേജിലുള്ള അവളുടെ ഫ്രണ്ട്സും അവളുടെ ആ ഒരു പൊസിഷനൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിയോൺ. ഇതേ നേരം ഇതൊക്കെ കണ്ട് എന്തോ പന്തികേട് മണത്തിട്ട് ഹയോൺ ഇപ്പോൾ സിയോണിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നീ ഇപ്പൊ എപ്പോഴും ഗ്ലാസസ് വെക്കുന്നുണ്ടല്ലോ എന്ന് ഹയോൺ ചോദിക്കുമ്പോൾ അത് തനിക്ക് കണ്ണിന് കാഴ്ച കുറഞ്ഞിട്ടാണെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അതിൽ തന്നെ എന്തോ ഒരു നോണ ഹയോൺ ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചായിരുന്നു. ഇങ്ങനെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ രണ്ടും കൽപ്പിച്ച് ആ ഒരു ഗ്ലാസുകൾ വെക്കുമ്പോൾ നീ ഏതെങ്കിലും റെഡ് ലൈൻസ് കാണുന്നുണ്ടോ എന്ന് ഹയോൺ ഇപ്പോൾ സിയോണിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അപ്പോഴാണ് എനിക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഈ ഒരു റെഡ് ലൈൻസിനെ കാണാൻ പറ്റുന്നു എന്ന് രണ്ടുപേരും മനസ്സിലാക്കിയത്. അത് അവളെ വിശ്വസിപ്പിക്കാനായിട്ട് സിയോണിന്റെ തലയിൽ ഒരൊറ്റ ലൈനേ ഉള്ളൂ എന്ന് ഹയോൺ പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഗ്ലാസ് നിനക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ വളരെ റാൻഡം ആയിട്ട് തന്റെ ലോക്കറിൽ നിന്നാണ് തനിക്കിത് കിട്ടിയതെന്ന് സിയോൺ പറയുമ്പോൾ അത് നീ വിചാരിക്കുന്ന പോലെയല്ലെന്നും കഴിഞ്ഞ ദിവസം മരിച്ച ആ ഒരു മിന്നെന്ന് പറയുന്ന അയാളുടെ കയ്യിലും ഇതുപോലെ ഒരു സ്പെക്സ് ഉണ്ടായിരുന്നതായിട്ടും ഇത് വെക്കുന്നവർ ഡേഞ്ചറിലായിരിക്കുമെന്നും ഹയോൺ ഇപ്പൊ സിയോണിനെ വോൺ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ കേൾക്കാതെ ഇത് വെച്ചേ പിന്നെ ലൈഫ് തന്നെ മാറിയെന്ന് പറഞ്ഞിട്ട് സിയോൺ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എങ്ങനെയാണ് ആ ഒരു റെഡ് ലൈൻസ് മാഞ്ഞു പോവാന്ന് സിയോണ് ഹയോണിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവള് ഫ്ലാഷ് ബാക്കിൽ അവള് വരച്ച ആ ഒരു പിക്ചർ കണ്ടിട്ട് അവളുടെ അമ്മ അവളുടെ അച്ഛനെ കൊന്ന ആ ഒരു സമയത്ത് അവരെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു റെഡ് ലൈൻ മാഞ്ഞു പോയത് അവള് ഓർക്കുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം അവള് സിയോണിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നില്ല. സോ ബേസിക്കലി ഒരാൾ മരിക്കുമ്പോഴായിരിക്കും ആ ഒരു റെഡ് ലൈന് മാഞ്ഞു പോവാന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത സീനിൽ സിയോൺ ഇപ്പോൾ കിമ്മിന്റെ ആ ഒരു ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ഒരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പിലാവുകയും അവർ
കിസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു ടീച്ചർ ആകട്ടെ പൈസ താൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും ഇന്ന് രാത്രി റൂഫ് ടോപ്പിലേക്ക് വരാനും പറഞ്ഞിട്ട് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ അവളും അവളുടെ ബോയ് ഫ്രണ്ടും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവളെ ഫോളോ ചെയ്ത് അവിടേക്ക് കിമ്മും വരുന്നുണ്ട്. ഫ്ലാഷ് ബാക്കിൽ അവള് അയാളെ കണ്ടിട്ട് ആ ഒരു റെഡ് ലൈൻസിന്റെ കാര്യമൊക്കെ പറയുന്നതിന്റെ ഇടയിൽ വാഷ്റൂമിൽ ഇതൊക്കെ കേട്ടുകൊണ്ട് ഒളിച്ച് നിന്നിരുന്ന കിമ്മിനെ ഇപ്പൊ നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഗ്ലാസിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കി കിം ഇപ്പോ സിയോണിന്റെ അടുത്ത് നിന്ന് തന്ത്രപൂർവ്വം തന്നെ ഒരു ഗ്ലാസസ് അടിച്ചു മാറ്റുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ഫോട്ടോ എടുക്കാൻ പോയിട്ടുള്ള സിയോൺ തിരിച്ചു വരുമ്പോൾ തന്റെ കയ്യിൽ ഗ്ലാസസ് ഇല്ലാത്തത് കണ്ട് വളരെയധികം പാനിക് ആവുന്നുണ്ട്. ഇതേ നേരം കിം ആ ഒരു ഗ്ലാസും വെച്ച് എല്ലാവരുടെയും ആ ഒരു റെഡ് ലൈനുകളൊക്കെ നോക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ആരോ ഒരാള് പുറകീന്ന് വന്ന് അവളെ പിടിച്ചുകൊണ്ട് പോകുന്നതും ആ ഒരു സീൻ അവിടെ കട്ടാവുന്നുണ്ട്. ഇതേ നേരം സിയോണിനെ കാണിക്കുകയാണെങ്കിൽ തന്റെ ഗ്ലാസസ് എവിടെ അന്വേഷിച്ച് കാണാതെ അവളിപ്പോ നേരെ ഹയോണിനെ വിളിച്ചിട്ട് നീയല്ലേ തന്റെ ഗ്ലാസസ് എടുത്തുകൊണ്ട് പോയെന്ന് അവൾ ചോദിക്കുമ്പോൾ അത് താനല്ലെന്ന് പറഞ്ഞ് ഒന്നും മനസ്സിലാവാതെ നിൽക്കാണ് ഹയോൺ. ഇതേ നേരം സിയോൺ ആകട്ടെ വളരെ തിരക്കില് താനിപ്പോ സ്കൂളിലേക്ക് പോവാണെന്ന് പറഞ്ഞ് ആ ഒരു കോള് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സിയോൺ നേരെ ആ ഒരു സ്കൂളിന്റെ റൂഫ് ടോപ്പിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് ആ ഒരു ടീച്ചറിനെ കണ്ട് ആ ഒരു ടീച്ചർ അവളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് തനിക്ക് ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ടെന്നും തന്നോട് ഇങ്ങനൊരു ക്രൂരത നീ ചെയ്യരുതെന്നും തന്റെ ഫാമിലി തന്നെ ഇതോടുകൂടി നഷ്ടാവൂന്നൊക്കെ അയാൾ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സിയോൺ അതിന് ചിരിച്ച് മറുപടി കൊടുത്തിട്ട് ഇവരെല്ലാരും കൂടി ബുള്ളി ചെയ്യുന്നത് നിനക്ക് അറിയാമായിരുന്നില്ലേന്നും എന്നിട്ടും ആ ഒരു കിമ്മിന് വേണ്ടി നീ അത് കണ്ണടച്ച് അവര് തന്നെ ഉപദ്രവിക്കുന്നത് നോക്കി നിന്നില്ലേന്ന് സിയോൺ ചോദിക്കുമ്പോൾ താൻ ചെയ്തു പോയത് തെറ്റാണെന്ന് പറഞ്ഞ് ഒരു ടീച്ചർ ഇപ്പോൾ അപ്പോളജൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്തിനകം തന്നെ ആ ഒരു ടീച്ചർ കിമ്മിന്റെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോസ് അവന്റെ ഭാര്യയെ കണ്ടതും അവന് മെസ്സേജ് അയച്ച് ഇതിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ നീ ആ ഒരു ഫോട്ടോസ് ഒക്കെ എന്റെ ഭാര്യയ്ക്ക് അയച്ചു എന്ന് വളരെ ദേഷ്യപ്പെട്ട് അവളുടെ അടുത്ത് ചോദിച്ച് അവൻ വളരെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് വളരെ ദേഷ്യത്തിൽ അവള് ചീത്ത പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ഈ ഒരു നേരത്ത് എന്തിനാണ് അവൾ സ്കൂളിലേക്ക് പോയെന്ന് അറിയാനായിട്ട് ഹയോൺ അവളുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ അവൾ കാണുന്ന കാഴ്ച റൂഫ് ടോപ്പിൽ നിന്ന് താഴേക്ക് വീഴുന്ന സിയോണിനെയാണ്. അങ്ങനെ ഹയോൺ അടുത്തേക്ക് എത്തുമ്പോഴേക്കും സിയോൺ ഓൾറെഡി റൂഫ് ടോപ്പിൽ നിന്ന് വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവളുടെ തലയിലുണ്ടായിരുന്ന ആ ഒരു റെഡ് ലൈന് ഇപ്പൊ ഡിസപ്പിയർ ആവുന്നതും നമുക്ക് കാണാം. അങ്ങനെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഈ ഒരു കാര്യം കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ അങ്ങനെ ഈ ഒരു റെഡ് ലൈൻസ് കാണാൻ പറ്റുന്ന ഗ്ലാസസും അതിന്റെ പുറകിലുണ്ടായിട്ടുള്ള സീക്രട്സും മിസ്റ്ററിയും ഒക്കെ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഇതിലേക്ക് വന്നിരിക്കുന്ന പുതിയ ടീച്ചറായിട്ടുള്ള ജിന്നും കിമ്മിനെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള അജ്ഞാതനായിട്ടുള്ള വ്യക്തി ആരാണെന്നൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാം. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ കോമെന്റ്സ് വഴി ഞങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.